അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സലൂബ് ജലീൽ, മുസ്ലിം ലീഗ് പോത്തുകല്ല് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളപ്പാടത്താണ്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന 10 വീടുകളുടെ അന്തിമഘട്ടത്തിലുള്ള പണി പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ കുപ്രചരണങ്ങൾ അയച്ചുവിടുകയാണ്. ഇത് യൂസുഫ് അലി സാറിന്റെ വീടാണ്, ഇത് വഹാബ് സാറ് യൂസുഫ് അലി സാഹിബിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുപ്രചരണങ്ങൾ അയച്ചുവിടുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വാങ്ങിച്ചു നൽകിയതാണ് ഈ കുളപ്പാടത്ത് കാണുന്ന 55 സെന്റ് സ്ഥലം. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ മഹാനായ നേതാവായിരുന്ന മർഹൂം ഈ പോക്കർ സാഹിബിന്റെ കഠിന പരിശ്രമത്താൽ, അവരുടെ നിരന്തരമായ പ്രയത്നത്താൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി 10 വീടുകൾ ഏറ്റെടുക്കുകയും അതിന്റെ പണി അന്തിമഘട്ടത്തിൽ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, പ്രളയവുമായി ബന്ധപ്പെട്ട് കവളപ്പാറ മാത്രമല്ല, പാതാറ്, കവളപ്പാറ, പോത്തുകല്ലൊക്കെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കവളപ്പാറ ദുരന്തം, ഒരു മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായോടെ 10-40 വീടുകൾ പോയി എന്നതിലുപരിയായിട്ട് തന്നെ പോത്തുകല്ല് പഞ്ചായത്തിലൊട്ടാകെ 100 കണക്കിന് വീടുകളാണ് പ്രളയവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടത്. അവരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം പത്രപ്രചരണങ്ങളിലടക്കം നമ്മൾ പരസ്യം ചെയ്ത് അതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടാണ് ഇങ്ങനെ സ്ഥലം നമ്മൾ കൈമാറിയത്. മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ടോ പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രചരണങ്ങൾ അയച്ചുവിടുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. 1 രൂപ പോലും കവളപ്പാറയുടെ പേരിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചെടുത്തിട്ടില്ല. മാത്രവുമല്ല, ഇവിടെ 3 ഏക്കർ സ്ഥലമാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി പോത്തുകല്ല് പഞ്ചായത്തിൽ വാങ്ങി നൽകുമെന്ന് പറഞ്ഞത്. 3 ഏക്കർ 30 സെന്റ് സ്ഥലം 54 കുടുംബങ്ങൾക്ക് അത് 5 സെന്റ് വീതം വിതരണം ചെയ്തിട്ടുണ്ട്. അത് കോടാലിപ്പോയിൽ 2 ഏക്കർ 30 സെന്റ് സ്ഥലം, കൊളുമ്പിയമ്പാടത്ത് 50 സെന്റ് സ്ഥലം, പൂളപ്പാടത്ത് 55 സെന്റ് സ്ഥലം, അങ്ങനെയാണ് അത് നൽകിയിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാല് നമ്മുടെ ഈ സ്ഥലങ്ങൾ വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ അയച്ചുവിടുന്ന പ്രചാരണം. വാസയോഗ്യമല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത സ്ഥലങ്ങളിൽ കോടായിപ്പോയിലെ 3 വീടും കൊളുമ്പിയമ്പാടത്ത് 2 വീടും പഞ്ചായത്ത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണം നടക്കുന്നുണ്ട്. വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പഞ്ചായത്ത് അതിന് അനുമതി കൊടുക്കുന്നത്? എങ്ങനെയാണ് NOC അവർക്ക് ലഭിക്കുന്നത്? അപ്പോൾ അതും കുപ്രചാരണമാണ് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള തെളിവാണ് അവിടെ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഈ 10 വീടുകളിൽ ഇപ്പൊ 5 വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്പർ കിട്ടാനുള്ളൂ. 5 വീടുകൾക്ക് കറണ്ട് കണക്ഷൻ ലഭിച്ചു. ഇനി ബാക്കി 5 വീടുകൾ കൂടി കറണ്ട് കണക്ഷൻ ലഭിക്കാനുണ്ട്. ബാക്കിയുള്ള പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഘടനയുടെ മേൽനോട്ടത്തിൽ അതിലേക്കുള്ള കുടിവെള്ളത്തിന്റെ പദ്ധതിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതുപോലെ റോഡ്, ഇങ്ങനെ ഒരു പുനരധിവാസം നടക്കുമ്പോൾ അതിലേക്ക് റോഡും ആവശ്യമായ സജ്ജീകരണമൊക്കെ ചെയ്യേണ്ടത് അത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. എല്ലാം സംഘടനകൾ ചെയ്യുമെന്നുള്ളതിന് മാറ്റി നിർത്താതെ സർക്കാർ ഇതിലേക്കുള്ള റോഡ്, അതുപോലെ കുടിവെള്ളത്തിനുള്ളതിപ്പോ ഇവര് ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും അത് സുമൻസുകളുടെ സഹായത്താൽ അത് കിണർ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ടാങ്ക്, മറ്റു പൈപ്പ് കണക്ഷനൊക്കെയാണ് ലഭിക്കേണ്ടത്. അതുപോലെ ഈ റോഡ് നമുക്കറിയാം, മണ്ണിട്ട റോഡാണ്, മൺ റോഡാണ്. ഈ വീടുകളിലേക്ക് എല്ലാം എത്താൻ പറ്റുന്ന നല്ല രീതിയിലുള്ള 12 അടി വീതിയിലുള്ള ഒരു വഴി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അത് ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് നൽകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതിന് പഞ്ചായത്തിലും അതേപോലെ PWDയിലൊക്കെ അതിന്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതും കൂടി തയ്യാറാവുന്ന വിധത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ തന്നെ നല്ലൊരു പരിപാടിയായിട്ട് ഇവിടെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.